പുത്രസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ്. ഒരു മിക്ക വീടുകളിലും ആൺമക്കളോട് പ്രിയം കുറച്ച് കൂടുതൽ തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ പുത്രസ്നേഹം അതിരുവിടുമ്പം അതൊരു ഒബ്സഷനായി മാറും, അതൊരു മാനസിക പ്രശ്നമായി മാറും. ഈ മാനസിക പ്രശ്നം ചുറ്റുമുള്ള ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളെ അത് ബാധിക്കും. ഈ പുത്രൻ ചെറുപ്രായത്തിലെ തന്നെ വളരെയധികം പ്രിവിലേജസ് അറിഞ്ഞും കേട്ടും അനുഭവിച്ചുമാണ് ഈ കുട്ടി വളരുന്നത്. അതേസമയം ആ വീട്ടിൽ വളരുന്ന പെൺകുട്ടി വളരെ മോശം സാഹചര്യത്തിൽ കൂടിയായിരിക്കും പോകുന്നത്. എല്ലാ പഴിയും ഈ പെൺകുട്ടിക്കായിരിക്കും കിട്ടുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നു, ഒരുപാട് ഫിസിക്കൽ അബ്യൂസ് അനുഭവിക്കേണ്ടി വരുന്നു, അതും അറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞു, ഇവർ മുതിർന്നു, പഠിച്ചു. പെൺകുട്ടിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഫഷന് പോയി, ഈ മകനും നല്ലൊരു പ്രൊഫഷന് പോയി. ഇതൊക്കെയാണെന്നിരിക്കട്ടെ, പെൺകുട്ടിയുടെ കല്യാണത്തിന് നല്ല രീതിയിലൊക്കെ തന്നെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പം ഈ കുട്ടി ഈ സ്വർണ്ണമൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മകൻ വളരുന്ന അനുസരിച്ച് ഈ അച്ഛനും അമ്മയുടെയും പുത്രസ്നേഹം കൂടിക്കൂടി വന്ന് അതൊരു ഒബ്സഷനായി മാറി. അവസാനം ഇവർക്ക് എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല. എൻ്റെ മകൻ അത് കൊടുത്താലും അവർക്ക് തൃപ്തിയാകുന്നില്ല, ഈ വേറെ എന്ത് ചെയ്യേണ്ടോ, ഇനി അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെയുള്ള ഇതായി. ഇതോടൊപ്പം തന്നെ ഫാമിലിയായി താമസിക്കുന്ന മകളെയും ഭർത്താവിനെയും ഇവരൊരുപാട് അവഹേളിക്കാൻ തുടങ്ങി. അവർ മോശക്കാരാണ്, അവർ മാക്സിമം അവർ എഫേർട്ട് ഇട്ട് അവർക്ക് ചെയ്യാവുന്നതിലപ്പുറം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആകെ കൂടി അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ മകളും ഭർത്താവുമാണ്. മകൻ തിരിഞ്ഞു നോക്കാറില്ല. എങ്കിലും ഇവർക്ക് എത്ര കൊടുത്താലും മകന് മതിയാകത്തില്ല. അവസാനം പ്രായം ഏറി വന്നപ്പം ഇവർക്ക് ഒരിത്, അയ്യോ ഞങ്ങൾക്ക് പ്രായമേറിയല്ലോ, ഇനി അധിക സമയമില്ല, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ആലോചിക്കുകയാണോ, അയ്യോ മകൾക്ക് കൊടുത്തതൊക്കെ തെറ്റായിപ്പോയി, അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് മകന് കൊടുക്കണം എന്ന്. അപ്പോൾ ഇവർ ചെയ്തത്, ഈ ലോക്കർ ഇവരുടെ പേരിലാണല്ലോ, ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മകളുടെ ആധാരം, മകൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്തിൻ്റെ ആധാരം വരെ അതിനകത്താണ്, അതിൻ്റെ സ്വർണം എല്ലാം. ഈ അസറ്റുകൾക്കെല്ലാം രഹസ്യമായിട്ട് അവരുടെ മകനെ മാത്രം നോമിനി വെച്ചു. ഈ മകളോട് പറയുകയോ അറിയുകയോ ചെയ്തില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുക. ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് മകൾ അറിയാൻ ഇടയായി. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഒരേ ഒരു അവകാശിയേ ഉള്ളൂ, അത് എൻ്റെ ഒരേ ഒരു മകനാണ്. നീ ആര്? നിനക്കെന്ത് കാര്യം? ഈ വീട്ടിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല, നിനക്കിവിടെ യാതൊരു അവകാശവുമില്ല. എല്ലാം എൻ്റെ മകനുള്ളതാണ്, മകന് മാത്രമാണ് അവകാശം. എങ്ങനെ ഇരിക്കുന്നു?